ഡി കോടതി പറഞ്ഞ പോലെ റോവിങ് ഫിഷിംഗ് എക്സ്പെഡീഷനിലാണ് കാടും പടലും തല്ലിയുള്ളൊരു അന്വേഷണം. കാരണം കിഫ്ബി എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് കോടി രൂപയുടെ ഇടപാട് നടത്തുന്ന സ്ഥാപനമല്ലേ. ഇ ഡിയുടെ രാഷ്ട്രീയ ജനമാനന്മാർക്ക് കേന്ദ്രത്തിലെ BJP അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെയായിരിക്കാം. ഇത്രയൊക്കെ പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്, ഇങ്ങനൊരു അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലുമ തടയുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അർത്ഥമില്ലാത്ത ഈ നോട്ടീസുകൾ, ഒരാവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ച് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കോടതി ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ല. എന്തിനാ വിളിപ്പിക്കണത്? അതുകൊണ്ട് അവർ അന്വേഷണം നിർത്തി. അന്വേഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്നെ വിളിപ്പിക്കാതെ. എന്നിട്ട് സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഡ്ജുഡിക്കേഷൻ ഡൽഹിയിൽ അവർ ചാർജ് സമർപ്പിച്ചിരിക്കുക. അതിലാണ് ഷോ കോസ് നോട്ടീസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എനിക്കും കിഫ്ബിയുടെ CEO KM എബ്രഹാമിനും അയച്ചിട്ടുള്ളത്. ഷോ കോസ് നോട്ടീസാണ്. ഈ അഡ്ജുഡിക്കേറ്ററുടെ മുമ്പാകെ വിശദീകരണം നൽകണം. എന്താ വിശദീകരിക്കേണ്ട കാര്യം? ഇപ്പോൾ കിഫ്ബിക്ക് മസാല ബോണ്ട് എടുക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലെന്നൊക്കെ പോയിട്ടോ, അതൊന്നുമില്ല. ഇപ്പൊ ഷോക്കോസിൽ പറയുന്നത് മസാല ബോണ്ട് വഴി എടുക്കുന്ന ഫണ്ട് ഭൂമി വാങ്ങാൻ, പർച്ചേസിന് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ കിഫ്ബി മസാല ബോണ്ട് വഴി എടുത്ത പണം 2600 പരം കോടി രൂപ, അതിലൊരു ഭാഗം ഭൂമി അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിയമവിരുദ്ധമാണ്. ഭൂമി വാങ്ങാൻ നിയമപ്രകാരം പാടില്ല. ലാൻഡ് സ്പെക്കുലേഷൻ, ഭൂമി വാങ്ങാം, കൂടിയ വിലക്ക് വിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഇതാണ് അവസാനം മല എലിയെ പ്രസവിച്ചിരിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയത് തെറ്റില്ല എന്ന്, തെറ്റുണ്ടെന്നൊരു കേസേ ഇടിക്കില്ല. ആകെയുള്ളത് ഭൂമി പർച്ചേസ് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ഉത്തരം വളരെ ലളിതമാണ് കേട്ടോ. ഭൂമി പർച്ചേസ് ചെയ്തിട്ടില്ല, ഭൂമി അക്വയർ ചെയ്തിട്ടേ ഉള്ളൂ. രണ്ടും രണ്ട് നിയമമാണ്. ഭൂമി അക്വയർ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഈ അക്വയർ ചെയ്യുന്ന സമയത്ത് ഭൂമി പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനയും RBI മാറ്റിയിട്ടുണ്ട്. അതാ പറയുന്നത് രാഷ്ട്രീയ കളിയാണ്, വേറൊന്നുമില്ല. തെരഞ്ഞെടുപ്പായി, അപ്പൊരു പുക പടലം സൃഷ്ടിക്കണം. പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിക്കളയാവുന്ന ഒരു കാര്യവും വെച്ച് ഷോക്കോസ് കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട്. സെൻസേഷണൽ വാർത്തയാണല്ലോ. ഈ രാഷ്ട്രീയ കളിയാ ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്കുള്ള പാദസേവ. പക്ഷെ അതിനൊത്ത് താളം പിടിക്കാനായിട്ട് UDF നേതാക്കന്മാർ ഇറങ്ങുന്നത് സങ്കടകരമാണ്. എൻ്റെ സുഹൃത്ത് രമേശ് ചെന്നിത്തലയുടെ ഒരു TV-യിലെ പ്രതികരണം കേട്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന്, കിഫ്ബി ശരിയല്ല, പിന്നെ മസാല ബോണ്ട് എടുത്തത് തെറ്റാണ്. മിനിമം കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം ആലോചിക്കാം. നാഷണൽ ഹെറാൾഡ് കേസിൽ
സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ED കള്ളക്കേസെടുത്ത ദിവസം തന്നെയാണ് കേട്ടോ ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും BJPയുടെയും കേന്ദ്ര ഏജൻസികളുടെയൊക്കെ ഇടപെടലിൻ്റെ ദുഷ്ടലാക്കും മനസ്സിലാക്കി രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഈ കിഫ്ബി നിയമം UDFും കൂടി ചേർന്ന് പാസ്സാക്കിയിട്ടുള്ളത്. LDF UDF വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കിഫ്ബി വഴിയുള്ള നിക്ഷേപം ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ മണ്ഡലങ്ങളെല്ലാം നടക്കുകയാണ്. എന്നിട്ടാണ് കിഫ്ബി തെറ്റാണെന്നും പണ്ടേ മസാല ബോണ്ടിനെതിരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണെന്നും എല്ലാം പറഞ്ഞിറങ്ങുന്നത്. അതുകൊണ്ട് ഉച്ചത്തോടുകൂടി കേരളം ഇത് തള്ളിക്കളയും. കേരളത്തിൻ്റെ വികസന തുരങ്കം വെക്കാനുള്ള BJPയുടെ നീക്കത്തിൻ്റെ എന്തോന്ന് വികസിത കേരളന്മാരുണ്ടാക്കാൻ പോണേ? കേരളത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തേക്കാൾ മുന്നിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ട് അതിനെ തകർക്കാൻ വേണ്ടി നടക്കുന്ന BJP കേരളത്തെ പിന്നോട്ടടിപ്പിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കണം തദ്ദേശ ഭരണ സ്ഥാപനത്തിനെടുപ്പ്. കേരളത്തെ തകർക്കാനുള്ള BJPയുടെ കുൽസിത നീക്കത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.